നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ ഓരോ സ്ഥലത്തേക്ക് യാത്ര പോകാറുണ്ട്. സ്വന്തം വാഹനത്തിൽ യാത്ര പോകും. കാറിലോ ബൈക്കിലോ ഒക്കെ നമ്മൾ യാത്ര പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് ഏരിയയിലേക്കൊക്കെ യാത്ര പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോയി ഒരുപാട് സമയം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വാഹനം എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് പലപ്പോഴും നമുക്ക് അറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പല സമയങ്ങളിലും നമ്മളത് തിരഞ്ഞു പിടിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു കാർ പാർക്ക് ചെയ്ത സ്ഥലം കണ്ടെത്തുകയൊക്കെ ചെയ്യും. എന്നാൽ ഗൂഗിൾ മാപ്പിനകത്ത് ചെറിയൊരു സൗകര്യമുണ്ട്. അതുപയോഗിച്ച് നമ്മൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ആ സ്ഥലത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എത്താൻ നമ്മെ ഗൂഗിൾ മാപ്പ് സഹായിക്കും. അപ്പോൾ അതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ മാപ്പിനകത്ത് ആ കാര്യം കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ യാത്ര എത്തിയതെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കാണുന്ന ഈ ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കറണ്ട് ലൊക്കേഷൻ, നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് ആ കൃത്യമായ ലൊക്കേഷനിലേക്ക് അത് എത്തും. അതിനുശേഷം നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ്റെ ഈ ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ കൃത്യമായിട്ട് യുവർ ലൊക്കേഷൻ എന്ന പേരിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസുകൾ കാണും. ഇതിങ്ങനെ ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണാം സേവ് പാർക്കിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സെലക്ട് ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ നേരെ മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നും ഇവിടെ എൻ്റർ നോട്ട് എന്ന് കാണുന്ന ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അത് എവിടെയാണോ വാഹനം പാർക്ക് ചെയ്തതിൽ എന്തെങ്കിലും ഒരു മാർക്കോ ഒക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഇവിടെ താഴെ നിങ്ങൾക്ക് ടൈം ലെഫ്റ്റ്, നിങ്ങൾ എപ്പോഴാണ് തിരിച്ചെത്തുക, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്നും ടൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് അത് സേവ് പാർക്കിങ്ങിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ഞാനിവിടെ ഈ ഒരു ഗൂഗിൾ മാപ്പൊക്കെ ഒഴിവാക്കി നമ്മൾ വാഹനം പാർക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ലൊക്കേഷൻ നമുക്ക് കിട്ടുക എന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. അതായത് നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് ഗൂഗിൾ മാപ്പിന് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ ഏറ്റവും മുകളിൽ അതിനകത്തൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാം പാർക്കിംഗ് ലൊക്കേഷൻ ഒന്ന് തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മൾ നേരത്തെ പാർക്കിംഗ് ലൊക്കേഷൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും ടൈപ്പ് ചെയ്തിട്ടൊന്നുമില്ല, ആവശ്യമാണെങ്കിൽ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് സേവ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് പാർക്കിംഗ് ലൊക്കേഷൻ എന്ന് കാണും. ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പാർക്കിംഗ് ലൊക്കേഷൻ എവിടെയാണെന്നും ഇനി എത്ര മിനിറ്റ് അങ്ങോട്ട് പോകാനുണ്ടെന്നും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഡയറക്ഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നടന്നു പോകാനുള്ള കൃത്യമായ വഴി കാണിച്ചു തരും. ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് താഴെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ നടന്നുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. കാരണം വാഹനം എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് പോകുന്ന ആളുകൾ പലപ്പോഴും പ്രയാസപ്പെടുന്ന ഒന്നാണ് കാർ പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് അറിയാത്തൊരു പ്രശ്നം. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.